2020 കാസർഗോഡിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് വിദ്യാവർദ്ധക ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സ്കൂളിൽ 10 വർഷമായിട്ട് ജോലി ചെയ്തു വരുന്ന ടീച്ചറാണ് 44 വയസ്സുള്ള BK രൂപശ്രീ ടീച്ചർക്ക് ഒരു മകളാണുള്ളത്. ആ മകൾ കാസർഗോഡ് തന്നെയുള്ള മഞ്ചേശ്വരത്തെ മറ്റൊരു സ്കൂളിലാണ് പഠിച്ചു വരുന്നത്. ടീച്ചറുടെ ഹസ്ബൻഡിന് നല്ലൊരു ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും യാതൊരു കുഴപ്പവും കൂടാതെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ കുടുംബം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ടീച്ചർ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് തൻ്റെ സ്കൂട്ടി വഴിയാണ്. അങ്ങനെ ആ ദിവസം 16 ജനുവരി 2020 പതിവ് പോലെ തൻ്റെ സ്കൂട്ടി എടുത്ത് ടീച്ചർ നേരെ സ്കൂളിലേക്ക് പോയി. ആ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി രൂപശ്രീ ടീച്ചർ നേരത്തെ സ്കൂളിൽ നിന്നും ഇറങ്ങുകയാണ്. അവർ തൻ്റെ ബൈക്ക് എടുത്ത് നേരെ പോയത് മകൾ പഠിക്കുന്ന ഒരു സ്കൂളിലേക്കാണ്. അവിടെ ഒരു പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു പേരൻസ് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്ത ശേഷം മകളോട് പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ട് നീ സ്കൂൾ ബസ്സിൽ തന്നെ നേരെ വീട്ടിലേക്ക് ചെന്ന് ഇറങ്ങിയാൽ മതി എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു മകൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും രൂപശ്രീ ടീച്ചർ അവരുദ്ദേശിച്ച ആ ഒരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. ക്ലാസ് എല്ലാം തന്നെ കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ രൂപശ്രീ ടീച്ചറുടെ മകൾ വീട്ടിലെത്തി. അപ്പോൾ അവിടെ രൂപശ്രീ ടീച്ചർ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ വീട്ടിൽ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ജോലിയെല്ലാം തന്നെ കഴിഞ്ഞ് ടീച്ചറുടെ ഹസ്ബൻഡും ആ വീട്ടിലേക്ക് തിരികെ എത്തി. ആ സമയത്തും രൂപശ്രീ ടീച്ചർ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും സമയമായിട്ടും ടീച്ചർ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ടീച്ചറുടെ ഹസ്ബൻഡിന് വല്ലാത്തൊരു പേടിയായി. അയാൾ വളരെ വേഗത്തിൽ ടീച്ചറിനെ ഫോണിൽ വിളിച്ചു നോക്കി. പക്ഷേ ആ സമയത്ത് ടീച്ചറുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഉടനെ തന്നെ ടീച്ചറുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകളെയും അയാൾ ഓരോന്നായിട്ട് വിളിച്ചു. പക്ഷേ അവരെല്ലാവരും മറുപടിയായിട്ട് പറഞ്ഞത് ടീച്ചർ ഇവിടേക്ക് വന്നിട്ടില്ല, ടീച്ചർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നാണ്. നേരം ഇരുട്ടി തുടങ്ങുന്നു, രാത്രിയായി. ഇനിയും ഒട്ടും വൈകിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം നേരെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് തൻ്റെ ഭാര്യ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടൺ കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുകയും ചെയ്തു. ഇത്തരത്തിലൊരു കംപ്ലയിൻറ്റ് എഴുതി കൊടുത്ത ശേഷം അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ ബൈക്ക് എടുത്തിട്ട് പോയിട്ട് അന്വേഷിച്ചു, ഇവിടെ എങ്ങാനും തൻ്റെ ഭാര്യ വന്നിട്ടുണ്ടോ എന്ന്. പക്ഷേ നിരാശയായിരുന്നു ഫലം. രൂപശ്രീയെക്കുറിച്ച് യാതൊരു അറിവും അദ്ദേഹത്തിന് ലഭിച്ചില്ല. രൂപശ്രീ ടീച്ചർക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 2020 കേരളത്തെ നടുക്കിയ വളരെ ഭീകരമായിട്ടുള്ളൊരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷ് ലോകം. രൂപശ്രീ ടീച്ചർ മിസ്സിംഗ് ആയതിനെ തുടർന്നുള്ള റിട്ടൺ കംപ്ലയിൻറ്റ് ലഭിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോയിട്ട് പല രീതിയിലാണ് പോലീസുകാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ അന്വേഷിച്ചതിൽ നിന്നും രൂപശ്രീ ടീച്ചർ ഉപയോഗിച്ച ആ ഒരു സ്കൂട്ടി പോലീസുകാർക്ക് കണ്ടെത്താനായി. ആ ഭാഗത്ത് തന്നെയുള്ള ഒരു പാർക്കിങ്ങിൽ നിന്നുമാണ് ടീച്ചറുടെ ബൈക്ക് പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചർ ഇവിടെ ബൈക്ക് വെച്ചിട്ട് മറ്റേതോ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവുമെന്ന് പോലീസുകാർ ഊഹിക്കുകയാണ്. അതുമാത്രമല്ലാതെ ടീച്ചർക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ, ടീച്ചറെ ഇത്തരത്തിൽ വകവരുത്താനായിട്ട് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവുമോ എന്ന രീതിയിലും പോലീസുകാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറുമായി ബന്ധപ്പെട്ട റിലേറ്റീവ്സിനോടും കൊളീഗ്സിനോടും പോലീസുകാർ ടീച്ചർക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും മറുപടിയായി പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, ടീച്ചർക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങളുടെ അറിവിൽ ഇല്ല എന്ന മറുപടിയാണ് അവരെല്ലാവരും പറഞ്ഞത്. റിലേറ്റീവ്സിനോടും കൊളീഗ്സിനോടും മാത്രമല്ല കേട്ടോ ടീച്ചറുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ടീച്ചർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോടും പോലീസുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും സംശയം തോന്നുന്ന രീതിയിൽ ടീച്ചറുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പെരുമാറ്റമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന്. പക്ഷേ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ അറിയുമായിരുന്നില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് അന്വേഷണം ടീച്ചറുമായി ചുറ്റിപ്പറ്റി ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ടീച്ചർ കാണാതായിട്ട് 2 ദിവസങ്ങൾക്ക് ശേഷം കുമ്പളം കടപ്പുറത്ത് ഒരു മൃതശരീരം വന്നടിയുന്നു. കരക്കടിഞ്ഞ ആ ഒരു മൃതശരീരത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു. ആ ഒരു ശരീരത്തിന് പുരികമുണ്ടായിരുന്നില്ല, മുടി ഉണ്ടായിരുന്നില്ല, കണ്ണുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതൊന്നും കൂടാതെ വസ്ത്രം പോലും ഇല്ലായിരുന്നു. ഉൾവസ്ത്രം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ആ ഒരു ശരീരം വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഈ ഒരു ശരീരം എടുക്കാനായിട്ട് പോയ അവിടെയുള്ള തൊഴിലാളികൾ എല്ലാവരും പറയുന്നത് ഈ രീതിയിൽ ഞങ്ങൾ മുമ്പൊന്നും കണ്ടിട്ടില്ല എന്നാണ്. എന്തായാലും സംഭവം അറിഞ്ഞ പോലീസുകാർ വളരെ വേഗത്തിൽ ആ ഒരു ഭാഗത്തേക്ക് എത്തി. ആ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്തതിൽ നിന്നും അതൊരു സ്ത്രീയുടെ ശരീരമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. തൊട്ടടുത്ത് ഏതെങ്കിലും സ്റ്റേഷനിൽ മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നാണ് പോലീസുകാർ ആദ്യം അന്വേഷിച്ചത്. ആ ഒരു ബോഡി റിക്കവർ ചെയ്ത ശേഷം ഈ ഒരു അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അന്വേഷിച്ചതിൽ നിന്നും രൂപശ്രീ ടീച്ചറുടെ മിസ്സിംഗ് കേസ് ഉണ്ട് എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലായി. അങ്ങനെ രൂപശ്രീ ടീച്ചറിൻ്റെ ഹസ്ബൻഡിനെ ഈ ഒരു ഭാഗത്തേക്ക് വരാനായിട്ട് പറഞ്ഞിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായി പറഞ്ഞ സമയത്ത് അദ്ദേഹം തിരിച്ചറിഞ്ഞു അത് തൻ്റെ ഭാര്യ രൂപശ്രീ ടീച്ചറാണ് എന്ന്. ടീച്ചറുടെ ശരീരം പരിശോധിച്ചതിൽ നിന്നും പോലീസുകാർക്ക് ഒരു കാര്യം വ്യക്തമായത്, ടീച്ചറിൻ്റെ ഈ ഒരു മുടിയെല്ലാം തന്നെ പോയിട്ടുണ്ടായിരുന്നില്ലേ, പുരികവും അതുപോലെ തന്നെ തലയുടെ മുടിയുമെല്ലാം തന്നെ പോയിട്ടുണ്ടായിരുന്നില്ലേ, ഒരു പക്ഷേ
കൊലപാതകം നടത്തിയ വ്യക്തി ഇതാരാണെന്ന് തിരിച്ചറിയരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഈ പറയുന്ന മുടിയെല്ലാം തന്നെ എടുത്തു മാറ്റിയതെന്നാണ് പോലീസുകാർ ചിന്തിക്കുന്നത്. അതുകൂടാതെ ബൈക്ക് രൂപശ്രീ ടീച്ചർ പാർക്ക് ചെയ്ത ശേഷം എവിടേക്കെല്ലാമാണ് രൂപശ്രീ ടീച്ചർ പോയത് എന്ന് മനസ്സിലാക്കാനായിട്ട് ടീച്ചറിന്റെ മൊബൈൽ ടവർ ലൊക്കേഷനും പോലീസുകാർ ഈ സമയത്ത് തന്നെ പരിശോധിച്ച് വരുന്നുണ്ടായിരുന്നു. ടീച്ചറുടെ മൊബൈൽ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് പരിശോധിച്ചതിൽ നിന്നും പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചർ അവസാനമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് ടീച്ചറുടെ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്ന വെങ്കട്ടരമണ എന്ന പേരുള്ള ഒരു സാറിനെയാണ്, ഒരു മാഷിനെയാണ് ടീച്ചർ അവസാനമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. വെങ്കട്ടരമണ എന്ന് പറയുന്ന വ്യക്തി ഈ കേസിലേക്ക് പുതിയതായിട്ട് എൻ്റർ ആയതുകൊണ്ട് തന്നെ പോലീസുകാർ വളരെ രഹസ്യമായിട്ട് വെങ്കട്ടരമണയെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. ഇങ്ങനെ അന്വേഷിച്ചതിൽ നിന്നും വെങ്കട്ടരമണ ആ സ്കൂളിലെ ഡ്രോയിങ് ടീച്ചറാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അതുകൂടാതെ ഇയാൾ ജാതകം നോക്കുക, ചില പൂജകൾ ചെയ്തു കൊടുക്കുക, ഇങ്ങനെ ചില പരിപാടികളും ഇയാൾ ചെയ്തു വരുന്നുണ്ട്. വെങ്കട്ടരമണയും രൂപശ്രീ ടീച്ചറും തമ്മിൽ എങ്ങനെയാണെന്ന് പൊതുവെ അന്വേഷിച്ച സമയത്ത് ഇവർ രണ്ടുപേരും വളരെ നല്ല സുഹൃത്തുക്കളാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചിരിക്കുന്ന സമയത്താണ് രൂപശ്രീ ടീച്ചർ ഏത് ലൊക്കേഷനിലേക്കാണ് പോയത് എന്നുള്ളതിനെക്കുറിച്ച് പോലീസുകാർ ഒരു ഭാഗത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ മൊബൈലിൻ്റെ അവസാന ടവർ ലൊക്കേഷൻ എന്ന് പറയുന്നത് വെങ്കട്ടരമണയുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ടവർ ലൊക്കേഷനായിട്ടാണ് കാണിക്കുന്നത്. അതേ ടവർ ലൊക്കേഷനിൽ വെച്ച് തന്നെയാണ് രൂപശ്രീ ടീച്ചറുടെ ഫോൺ അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വെങ്കട്ടരമണയെ ചുറ്റിപ്പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങൾ പോലീസുകാർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പോലീസുകാർ നേരെ വെങ്കട്ടരമണയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് വെങ്കട്ടരമണയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. രൂപശ്രീ ടീച്ചർ മിസ്സിംഗ് ആയ ആ ദിവസം നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, എൻ്റെ വൈഫിനെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കാറ് കൊണ്ട് ഞാൻ അവരെ ഒരു ബസ് സ്റ്റോപ്പിൽ കൊണ്ടുചെന്നാക്കി. അതിനുശേഷം വൈകുന്നേരമായ സമയത്ത് എൻ്റെ ഭാര്യ ഇത്തരത്തിൽ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെ പിക്ക് ചെയ്ത് ഈ വീട്ടിലേക്കും കൊണ്ടുവന്നു. അതിനുശേഷം ഞാൻ കിടന്നുറങ്ങി. ഇങ്ങനെ വളരെ നോർമലായിട്ടാണ് അയാൾ പോലീസുകാരോട് മറുപടി പറഞ്ഞത്. ഇതേ കാര്യത്തെ പറ്റിയിട്ട് വെങ്കട്ടരമണയുടെ ഭാര്യയോട് ചോദിച്ച സമയത്തും അവർ പറഞ്ഞതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. വെങ്കട്ടരമണ പോലീസുകാർക്ക് കൺവിൻസ് ആവുന്ന ഒരു മറുപടി കൊടുത്തുവെങ്കിലും സംശയം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ആ വീട് പൂർണ്ണമായിട്ട് സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്തതിൽ നിന്നും യാതൊരു തുമ്പും പോലീസുകാർക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. പോലീസുകാർ ഇങ്ങനെ വെങ്കട്ടരമണയുടെ റൂം സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ നാട്ടുകാരെല്ലാവരും അദ്ദേഹത്തിൻ്റെ വീട് ചുറ്റും ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പോലീസുകാർ ഈ സെർച്ചിങ്ങിനെല്ലാം ശേഷം തിരികെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് വന്ന സമയത്താണ് വീട്ടിന് വെളിയിൽ ഒരു കാറ് കണ്ടത്. വെങ്കട്ടരമണയുടെ കാറാണ്. ആ ഒരു കാറിൻ്റെ ടയറിലേക്ക് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ നോക്കിയ സമയത്ത് ആ ഒരു ടയറിൽ കടലിലേക്ക് പോയാൽ ഉണ്ടാകുന്ന, കരയിൽ ഉണ്ടാകുന്ന ആ ഒരു മണലെല്ലാം തന്നെ പറ്റിയത് അദ്ദേഹം ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ കാറിൽ ബോഡി എടുത്തിട്ടിട്ട് അവിടെ കൊണ്ട് കളഞ്ഞതായിരിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് അയാൾ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഈ ഒരു കാറ് ഞങ്ങൾക്ക് പരിശോധിക്കണമെന്ന്. അങ്ങനെ ആ കാറും പൂർണ്ണമായിട്ട് പോലീസുകാർ പരിശോധിക്കാനായി തുടങ്ങി. ഇത്തരത്തിൽ പരിശോധിച്ചതിൽ നിന്നും ആ കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ നിന്ന് ടീച്ചറുടെ മുടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ആ മുടിയുടെ ഭാഗമെല്ലാം തന്നെ പോലീസുകാർക്ക് ആ കാറിനുള്ളിൽ നിന്നും ലഭിക്കുകയാണ്. പോലീസുകാർക്ക് വെങ്കട്ടരമണയുടെ കാറിനുള്ളിൽ നിന്നും ലഭിച്ച ആ ഒരു മുടി എടുത്തിട്ട് ഇതെന്താണെന്ന് വെങ്കട്ടരമണയോട് പോലീസുകാർ ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞ മറുപടി, ഒരാൾ ചെറിയ പൂജയ്ക്കും കാര്യങ്ങൾക്കെല്ലാം തന്നെ വേണ്ടിയിട്ട് അയാളുടെ മുടി എനിക്ക് മുറിച്ച് തന്നതാണ്, ഒരു സ്ത്രീയാണ്. സോ ആ ഒരു മുടി ഞാൻ ഡിക്കിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അതായിരിക്കും ഒരു പക്ഷേ ആ ഒരു മുടി ആയിരിക്കും എന്ന രീതിയിൽ വളരെ കാഷ്വലായിട്ടാണ് അയാൾ പോലീസുകാർക്ക് ഇതിനുള്ള മറുപടി കൊടുത്തത്. പക്ഷേ അയാൾ പറഞ്ഞ ആ ഒരു മറുപടിയിൽ നിന്നും പോലീസുകാർക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു, ഇയാൾ ഈ പറയുന്നത് നുണയാണെന്ന്. പോലീസിൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു സംശയം ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഏതാണ് ആ സ്ത്രീയുടെ പേര് പറയൂ, അവരുടെ വീട് എവിടെയാണ്, നമുക്ക് അങ്ങോട്ട് പോവാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ തിരിച്ച് ചോദിച്ച സമയത്ത് വെങ്കട്ടരമണന് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. കാറിനുള്ളിൽ നിന്നും ഈ മുടി കണ്ടെടുത്ത ശേഷവും പോലീസുകാർ ആ കാറിൻ്റെ ഉൾവശമെല്ലാം തന്നെ പൂർണ്ണമായിട്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തീരദേശത്ത് ഉണ്ടാകുന്ന മണലെല്ലാം തന്നെ ഈ കാറിനുള്ളിൽ ധാരാളമായിട്ടുണ്ട്. സോ പോലീസുകാർക്ക് വ്യക്തമായി ഈ കാറ് ഈ ഒരു ശരീരം അവിടേക്ക് എത്തിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. തുടർന്ന് ഇനിയും ഇവിടെ നിന്നുകൊണ്ട് വെങ്കട്ടരമണനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല, നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ വെങ്കട്ടരമണനെ അറസ്റ്റ് ചെയ്തിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് പോലീസുകാരുടെ രീതിയിൽ പോലീസ് മുറയിൽ വെങ്കട്ടരമണനോട് കൂടുതൽ ചോദ്യം ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എല്ലാം തന്നെ വെങ്കട്ടരമണൻ പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെങ്കട്ടരമണൻ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. കുറേ വർഷങ്ങളായിട്ട് വെങ്കട്ടരമണനും രൂപശ്രീ ടീച്ചറും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും തമ്മിൽ വളരെ നല്ലൊരു സുഹൃത്ത് ബന്ധം തന്നെ വളരുകയാണ്. അതായത് ബാക്കിയുള്ളവർ സംശയിക്കുന്ന രീതിയിലുള്ള ഒരു സുഹൃത്ത് ബന്ധമാണ് അവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ ഈ സുഹൃത്ത് ബന്ധം മറ്റാരും തെറ്റായ രീതിയിൽ സംശയിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് രൂപശ്രീ ടീച്ചർ വെങ്കട്ടരമണനോട് വളരെ പേഴ്സണലായിട്ടും വളരെ പ്രൈവറ്റ് ആയിട്ടുമാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എത്രയൊക്കെ ഇവർ രഹസ്യമായിട്ട് മറ്റാർക്കും ഒന്നും തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് രഹസ്യമായിട്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ സംസാരിച്ചുവെങ്കിലും ബാക്കിയുള്ളവരെല്ലാവരും ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ
അവിടെയുള്ള കൊളീഗ്സിന് എല്ലാവർക്കും ഇവരെ ഒരു സംശയിക്കുന്ന രീതിയിൽ, ഇവരെ ഒരു മോശമായ രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കൂടിയും വെങ്കട്ടരമണ ആ സ്കൂളിലെ ഡ്രോയിങ് ടീച്ചർ ആണെങ്കിൽ കൂടിയും അയാൾ സൈഡായിട്ട് ജാതകം നോക്കലും പൂജയും അതുപോലെ തന്നെ മന്ത്രവാദവും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ പല ആളുകൾക്കും, ഒരുപാട് വലിയ വലിയ പണക്കാർക്കും അതുപോലെ പലതരം ആളുകൾക്കും, അയാൾക്കരികിലേക്ക് വരുന്ന ആളുകൾക്കെല്ലാം തന്നെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ബാക്കിയുള്ള ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇയാളോട് എതിർത്ത് സംസാരിക്കാനായിട്ട് ഒരു പേടി ഉണ്ടായിരുന്നു. എന്തായാലും അയാൾ ഈ രീതിയിൽ ചെയ്യുന്ന പൂജകൾ വഴിയും ജാതകം നോക്കൽ വഴിയും എല്ലാം തന്നെ ധാരാളം പണമാണ് അയാൾക്കരികിലേക്ക് വന്നു ചേർന്നത്. അതായത് ലക്ഷങ്ങളാണ് ഇയാൾക്കരികിലേക്ക് വന്നു ചേർന്നത്. ഇയാൾക്കരികിലേക്ക് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പണക്കാരെ അല്ലെങ്കിൽ വലിയ സാമ്പത്തികമുള്ളവരെ എല്ലാം തന്നെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ രൂപശ്രീ ടീച്ചറാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വീട്ടിലെ തർക്കങ്ങൾ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അതിനൊരു പൂജ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കരികിലേക്ക് കൊണ്ടുവന്നാക്കും. ഇയാൾ ഇതിനെല്ലാം തന്നെ ഭീമമായിട്ടുള്ള തുകയായിരിക്കും പറയുക. അതിൽ നിന്നും ഒരു കമ്മീഷൻ രൂപശ്രീ ടീച്ചർക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുമാത്രമല്ലാതെ പണത്തിൻ്റെ മറ്റ് ചില ഇടപാടുകളും ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നു. ഈ രൂപശ്രീ ടീച്ചറെ ജാമ്യത്തിൽ വെച്ചുകൊണ്ട് വലിയൊരു ലോൺ എല്ലാം തന്നെ ഈ പറയുന്ന വെങ്കട്ടരമണൻ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുമുണ്ട്. രൂപശ്രീ ടീച്ചർ ഒരുപാട് പണമുള്ള വ്യക്തികളെ എല്ലാം തന്നെ ഇത്തരത്തിൽ വെങ്കട്ടരമണൻ അരികിലേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞില്ലേ. ഇതുപോലുള്ള പൂജകൾക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനു വേണ്ടിയിട്ട് വലിയൊരു കമ്മീഷൻ തന്നെ രൂപശ്രീ ടീച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമ്മീഷൻ കൊണ്ട് ധാരാളം പണവും പ്രോപ്പർട്ടീസും എല്ലാം തന്നെ രൂപശ്രീ ടീച്ചർ സ്വന്തമാക്കിയിട്ടുമുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടീസിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ തൻ്റെ ഭർത്താവ് അറിയാതെ ഈ പറയുന്ന വെങ്കട്ടരമണൻ്റെ കയ്യിലാണ് ഇവർ സൂക്ഷിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. നല്ല രീതിയിൽ ഇവർ രണ്ടുപേരും പണം സമ്പാദിച്ച് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വെങ്കട്ടരമണന് ഒരു കാര്യം തോന്നുന്നത്, ഈ പറയുന്ന പൂജയും കാര്യങ്ങളൊക്കെ ഞാനല്ലേ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇനിയും പൈസ രൂപശ്രീ ടീച്ചർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് പതിയെ രൂപശ്രീ ടീച്ചർക്ക് കൊടുക്കേണ്ട കമ്മീഷൻ കൊടുക്കാതെ വരുന്നു. അത് മാത്രമല്ലാതെ ടീച്ചറുടെ പേരിൽ വലിയൊരു എമൗണ്ട് ഇയാൾ എടുത്തിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് അങ്ങനെ അടയ്ക്കാതെ ബെൻഡിങ് ആക്കി വെക്കുകയും ചെയ്യുന്നു. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും തോറും വെങ്കട്ടരമണ ഇത്തരത്തിൽ കമ്മീഷനൊന്നും തന്നെ തനിക്ക് തരുന്നില്ല എന്ന് രൂപശ്രീ ടീച്ചർക്ക് മനസ്സിലായി. അത് മാത്രമല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ച സമയത്ത് വെങ്കട്ടരമണ രൂപശ്രീ ടീച്ചറോട് പറഞ്ഞത്, നിനക്ക് ഇനി മുതൽ ഞാൻ കമ്മീഷൻ തരില്ല, അത് മാത്രമല്ലാതെ നിൻ്റെ പേരിലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിനക്ക് ഇത്രയും പണമെല്ലാം തന്നെ ഞാനല്ലേ കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് നിനക്കിതൊന്നും ഞാൻ തരാൻ പോകുന്നില്ല എന്ന രീതിയിലാണ് വെങ്കട്ടരമണ സംസാരിച്ചത്. പിന്നെ ഈ പറയുന്ന ബാങ്കിൻ്റെ ലോണിൻ്റെ കാര്യം, ഇതിനെ ചൊല്ലിയിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ രീതിയിലുള്ള വഴക്കുകളാണ് ഉണ്ടായിരുന്നത്. കുറേ വർഷമായിട്ടുള്ള ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവർ രണ്ടുപേരും വഴക്കിട്ട് പിരിഞ്ഞതും ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിന് കുറച്ചൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് ഇവർ രണ്ടുപേരോടും ചോദിക്കാനായിട്ട് അവർക്ക് ധൈര്യമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ടീച്ചർ ഇത്തരത്തിൽ മിസ്സിംഗ് ആയി എന്നതിനെ തുടർന്നിട്ട് പോലീസുകാർ ആദ്യം ഈ പറയുന്ന കൊളീഗ്സിനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർ എല്ലാവരും മറുപടിയായിട്ട് പറഞ്ഞത് അങ്ങനെ ശത്രുക്കൾ ആരും ഇല്ല എന്നാണ്. യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ അപ്പോൾ ഇത്തരത്തിൽ വെങ്കട്ടരമണനെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ പിന്നീട് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ് അവരെല്ലാവരും ഒന്നും പറയാതിരുന്നത്. വെങ്കട്ടരമണനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്ന് ഇവർക്ക് മനസ്സിലായപ്പോൾ ഇവരുടെ സംശയമെല്ലാം തന്നെ പോലീസുകാരോട് പിന്നീട് ഏറ്റു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടിനെ ചൊല്ലിയിട്ട് രൂപശ്രീ ടീച്ചർ വെങ്കട്ടരമണനെ എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. എന്താണ് എനിക്ക് കമ്മീഷൻ തരാത്തത്, എൻ്റെ പേരിലെടുത്ത ലോൺ എന്തായി, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ശല്യം സഹിക്കാൻ കഴിയാതെ വെങ്കട്ടരമണൻ ആ ഒരു തീരുമാനം എടുക്കുകയാണ്, രൂപശ്രീ ടീച്ചറെ കൊലപ്പെടുത്തി കളയാമെന്ന്. രൂപശ്രീ ടീച്ചർ ഇല്ലാതായി കഴിഞ്ഞാൽ, ടീച്ചർ മരിച്ചു കഴിഞ്ഞാൽ ടീച്ചറുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം തന്നെ, ഭർത്താവിന് അറിയാത്ത പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ തനിക്കെടുക്കാമെന്നുള്ള ആ ഒരു ചിന്തയും വെങ്കട്ടരമണൻ ഉണ്ടായിരുന്നു. സംഭവം നടന്ന ആ ദിവസം രണ്ടുപേരും മുമ്പേ പ്ലാൻ ചെയ്ത പ്രകാരം ആ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ മകളുടെ പാരൻസ് മീറ്റിംഗ് എല്ലാം തന്നെ കഴിഞ്ഞിട്ട് നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാം, എന്നിട്ടൊരു തീരുമാനം എടുക്കാം എന്നെല്ലാം തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപശ്രീ ടീച്ചർ നേരെ സ്കൂളിൽ പോയിട്ട് പാരൻസ് മീറ്റിംഗ് എല്ലാം തന്നെ കഴിഞ്ഞിട്ട് വെങ്കട്ടരമണനെ കാണാനായിട്ട് പോകുന്നത്. മകളുടെ സ്കൂളിൽ നിന്നും വെങ്കട്ടരമണനെ കാണാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതിന് മുമ്പ് രൂപശ്രീ വെങ്കട്ടരമണനെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ എവിടെയാണ് മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഫോൺ അറ്റൻഡ് ചെയ്ത വെങ്കട്ടരമണൻ പറഞ്ഞതോ, എൻ്റെ വീട്ടിൽ ഭാര്യയില്ല, ഭാര്യ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വീട്ടിലാണുള്ളത്, നീ നേരെ വീട്ടിലേക്ക് വാ എന്ന്. സോ രൂപശ്രീക്ക് ഇത് വല്ലാത്ത പേടിയുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ബൈക്കിലാണുള്ളത്, ഞാൻ വീട്ടിലേക്ക് വരുന്ന ആരെങ്കിലും കണ്ടാൽ അത് മതി വലിയ പ്രശ്നത്തിന്, അതുകൊണ്ട് ഞാൻ എന്തായാലും വീട്ടിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു. സോ വെങ്കട്ടരമണനെ എങ്ങനെയെങ്കിലും രൂപശ്രീയെ തൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേ പറ്റൂ ആ ഒരു കൃത്യം നടത്താനായിട്ട്. അതുകൊണ്ട് തന്നെ വെങ്കട്ടരമണൻ രൂപശ്രീയോട് പറഞ്ഞു, ഞാൻ കാറിൽ നിന്നെ വന്ന് പിക്ക് ചെയ്യാനായിട്ട് വരാം, നീ അവിടെ അടുത്തുള്ളൊരു പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കുക എന്ന്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം രൂപശ്രീ വെങ്കട്ടരമണനായിട്ട് കാത്തിരുന്നു.
വെങ്കട്ടരമണൻ കാർ എടുത്തിട്ട് വന്നിട്ട് രൂപശ്രീയെ പിക്ക് ചെയ്ത ശേഷം നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. വീടിനടുത്തുള്ള മറ്റാരും കാണാതെയാണ് രൂപശ്രീയെയും കൊണ്ട് വെങ്കട്ടരമണൻ അയാളുടെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയത്. വീട്ടിനുള്ളിൽ എത്തിയ ഇവർ രണ്ടുപേരും സാമ്പത്തികപരമായിട്ടുള്ള ഈ കാര്യങ്ങളെ ചൊല്ലിയിട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായി. രൂപശ്രീ ടീച്ചറെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് വെങ്കട്ടരമണൻ മറ്റൊരു കാര്യം കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ടുള്ള 24 വയസ്സുള്ള നിരഞ്ജൻ എന്ന് പറയുന്ന യുവാവിനെ ആ വീട്ടിനുള്ളിലെ പൂജാ റൂമിനുള്ളിൽ ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു വെങ്കട്ടരമണൻ. ടീച്ചറിനെ കൊലപ്പെടുത്താനുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ് അയാളെ ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് രൂപശ്രീ ടീച്ചറും വെങ്കട്ടരമണനും നല്ല രീതിയിലുള്ള വാക്കുതർക്കത്തിൽ മുറുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് വെങ്കട്ടരമണൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ടീച്ചർ അംഗീകരിക്കുന്നേയില്ല. എന്തായാലും ഇനിയും ഇവിടെ നിന്നാൽ പ്രശ്നമാണ് എന്ന് ടീച്ചർക്ക് തോന്നിയത് കൊണ്ടാവാം ടീച്ചർ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാനായിട്ട് ഭാവിക്കുന്ന ആ ഒരു സമയത്ത് റൂമിനുള്ളിൽ ഒളിഞ്ഞിട്ടുണ്ടായിരുന്ന നിരഞ്ജൻ വളരെ പെട്ടെന്ന് വെളിയിലേക്ക് വരികയും ഈ ടീച്ചറിനെ തള്ളി നിലത്തിടുകയും ചെയ്തു. അതിനുശേഷം ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ഈ ടീച്ചറിനെ മർദ്ദിക്കാനായി തുടങ്ങി. ശേഷം ടീച്ചറിനെ രണ്ടുപേരും ചേർന്ന് നേരെ ബാത്റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ വലിയൊരു ഡബ്ബയിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളത്തിൽ എന്തോ ഒരു കെമിക്കലും ഇവർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിലേക്ക് ടീച്ചറിൻ്റെ തല നന്നായിട്ട് മുക്കി അമർത്തി പിടിക്കുകയാണ്. നല്ല രീതിയിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലാമെന്ന രീതിയിലാണ് ഇവർ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വെങ്കട്ടരമണൻ ടീച്ചറിൻ്റെ തല നല്ല രീതിയിൽ വെള്ളത്തിൽ അമർത്തി പിടിക്കുകയും നിരഞ്ജൻ ടീച്ചറിൻ്റെ കൈയും കാലും ബലമായിട്ട് ഇറുക്കി പിടിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ സമയം അമർത്തി പിടിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് സമയം ഇതേ രീതിയിൽ തുടർന്നത് കൊണ്ട് തന്നെ ടീച്ചർ ശ്വാസം മുട്ടി മരിച്ചു. ഈ ഒരു കെമിക്കൽ ആ ഒരു വെള്ളത്തിൽ കലർന്നത് കൊണ്ട് തന്നെ ടീച്ചറിൻ്റെ പുരികത്തിൻ്റെ ആ ഒരു മുടിയുടെ ഭാഗവും തലയുടെ മുടിയുടെ ഭാഗവും എല്ലാം തന്നെ അവിടെ നിന്ന് ഇളകി നിൽക്കുന്നുണ്ടായിരുന്നു. രൂപശ്രീ ടീച്ചർ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ടീച്ചറിൻ്റെ ശരീരത്തെ പൊതിഞ്ഞിട്ട് കാറിൻ്റെ ഡിക്കിയിലേക്ക് ഇട്ടിട്ട് ഒരു കാടിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുചെന്ന് ഉപേക്ഷിക്കാമെന്നാണ് ഇവർ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ശരീരത്തെ കാറിൻ്റെ ഡിക്കിയിലേക്ക് ആക്കിയിട്ട് ഇവർ രണ്ടുപേരും വണ്ടി ഓടിച്ച് നേരെ മുന്നോട്ട് പോയി. പക്ഷേ ഇവർ വിചാരിച്ച ആ ഒരു സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് അവിടെ ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ശരീരം അവിടെ ഉപേക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇവരെവിടെയാണ് ഉപേക്ഷിക്കുക എന്ന കൺഫ്യൂഷനിൽ വണ്ടി ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം പോയിക്കൊണ്ടേയിരുന്നു. ഈ സമയത്താണ് വെങ്കട്ടരമണൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. വെങ്കട്ടരമണൻ്റെ ഭാര്യയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്നും ഞാൻ തിരികെ എത്തി, ഈ ബസ് സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്നാണ് ഭാര്യ പറഞ്ഞത്. വെങ്കട്ടരമണൻ ആ കാറ് കൊണ്ട് നേരെ പോയത് ഭാര്യയെ പിക്ക് ചെയ്യാനാണ്. അതായത് ആ കാറിൻ്റെ ഡിക്കിയിലുള്ളത് രൂപശ്രീ ടീച്ചറിൻ്റെ ശവശരീരമാണ്. ആ ശരീരത്തെ അതിനുള്ളിൽ വെച്ച് തന്നെ ഭാര്യയെ പിക്ക് ചെയ്യാനായിട്ട് പോയിട്ട് ഭാര്യയെ പിക്ക് ചെയ്ത ശേഷം നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കുകയും ചെയ്തു. എന്നിട്ട് കുറച്ച് നേരം ആ വീട്ടിലിരുന്നിട്ട് രാത്രിയായല്ലോ, ഭാര്യ ഉറങ്ങി എന്ന് തോന്നിയ സമയത്ത് ഈ ഡ്രൈവറിനെയും കൂട്ടിയിട്ട് വീണ്ടും ആ കാറെടുത്ത് നേരെ പോയി മഞ്ചേശ്വരം കടപ്പുറത്തേക്ക് പോയിട്ട് അവിടെ കടലിൽ ഈ ശരീരം ഉപേക്ഷിക്കാമെന്നാണ് അവർ തീരുമാനിച്ചത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു കടപ്പുറത്ത് എത്തിയ ശേഷം ശരീരം ആരും കാണില്ല എന്നുള്ള ഉറപ്പുള്ളൊരു സമയത്ത് ശരീരം ആ ഒരു വണ്ടിയിൽ നിന്നും എടുത്ത് കടലിലേക്ക് ഇട്ടു. ഇത്തരത്തിൽ ഇടുന്ന സമയത്ത് ഇവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ മുടിയും അതുപോലെ തന്നെ പുരികവും എല്ലാം തന്നെ പോയത് കൊണ്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും. അത് മാത്രമല്ലാതെ ഈ ശരീരത്തെ മീനുകളും കടലിലുള്ള ബാക്കിയുള്ള ജീവികളെല്ലാം തന്നെ കടിച്ച് പറിച്ച് ഈ ശരീരം പിന്നെ വെളിയിലേക്ക് വരില്ല എന്നൊരു ചിന്തയും ഇവർക്കുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്തു. ഇനി ആരും ഞങ്ങളെ പിടിക്കില്ല, ഞങ്ങളെ അന്വേഷിച്ച് ആരും വരില്ല എന്ന് വിചാരിച്ച് ഇവർക്ക് തെറ്റുപറ്റിയത് ആ ഒരു മുടിയുടെ കാര്യത്തിലാണ്. രൂപശ്രീയുടെ മുടിയുടെ ആ ഒരു ഭാഗം കാറിൻ്റെ ഡിക്കിയിൽ വീണിട്ടുണ്ട് എന്നുള്ളത് അവർ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആ മറവിയാണ് അവർക്കെതിരെ വലിയൊരു തെളിവായിട്ട് മുന്നിൽ വന്ന് നിന്നത്. കേസിലെ പ്രതിയായിട്ടുള്ള വെങ്കട്ടരമണനും നിരഞ്ജനും എതിരെ പോലീസുകാർ എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസ് നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇവർ ജയിലിലാക്കിയതിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ജാമ്യം എടുത്തിട്ട് വെളിയിൽ വന്നിട്ടുമുണ്ടായിരുന്നു. ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെങ്കട്ടരമണൻ രൂപശ്രീ ടീച്ചറിൻ്റെ വീട്ടുകാരെ സാമ്പത്തികമായിട്ട് തൻ്റെ വരുതിയിലേക്ക് വരുത്താനായിട്ട് ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും പണം തരാം, ഈ കേസ് നിങ്ങൾ ഒഴിവാക്കുക എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടുകാർ, ആ കുടുംബക്കാർ അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യമെല്ലാം തന്നെ രൂപശ്രീ ടീച്ചറിൻ്റെ കേസിൻ്റെ കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു ബോഡി വീണ്ടെടുത്ത ആളുകളുണ്ട്, അതായത് ഈ കടലിൽ നിന്നും ബോഡി വീണ്ടെടുത്ത ആളുകൾ, അവിടെയുള്ള നാട്ടുകാർ, ഇവരെല്ലാവരുടെയും സംസാരത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഈ ടീച്ചറെ ഈ മന്ത്രവാദത്തിനായിട്ട് ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. അതുമാത്രമല്ലാതെ ടീച്ചറെ ശാരീരികമായിട്ടും ഇവർ രണ്ടുപേരും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള കമൻസ് ആണ് അവിടെയുള്ള നാട്ടുകാരും ഈ ബോഡി റിക്കവർ ചെയ്ത ആളുകളെല്ലാം തന്നെ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നത്. ഇതിന് മെയിനായിട്ടുള്ള കാരണം ഈ ബോഡി എടുക്കാനായിട്ട് നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടാവുമല്ലോ, അവിടെയുള്ള ചില തൊഴിലാളികൾ ഉണ്ടാവുമല്ലോ, അവർ പറയുന്നത് അവർ പല ബോഡികളും ഇത്തരത്തിൽ കടലിൽ നിന്നും വീണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ബോഡിയുടെ ശരീരത്തിൻ്റെ ഭാഗം, ഉള്ളിൽ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ശാരീരികമായിട്ട് ഈ സ്ത്രീ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള സംശയം തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അതൊന്നും ഈ കേസിലില്ല കേട്ടോ. എന്തായാലും ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.